guys, welcome to Hello guys, welcome to my YouTube channel. ഇപ്പോൾ ഇതൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ, എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഇത്. പിന്നെ ഐഷുവും പൊന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഐഷു എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടും പൊന്നും എന്ന് പറയുന്നത് എൻ്റെ കസിനും കേട്ടോ. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. പിന്നെ ഇപ്പോൾ കാണുന്നത് ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു. വൈകുന്നേരമല്ല കേട്ടോ, ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. നമുക്ക് തുടങ്ങിയത് അതുകൊണ്ട് ഫ്രൈഡ് റൈസ് വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്രോഷയുടെ ക്ലാസ് കുറച്ച് നേരം ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്രോഷ ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ ഇരുന്ന് കണ്ടതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിരുന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബൊക്കെ ഉണ്ടാക്കി കേട്ടോ. അയ്യോ ഗൈസ്, തെറ്റിദ്ധരിക്കരുത്, ഇതല്ല കേട്ടോ ബൊക്കെ, ഇതാണ് റെഫറൻസ് പിക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഒരു പേപ്പർ വെച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എടുക്കാൻ മറന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് മറ്റേ യൂട്ടിപ്പുമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അടിയിൽ ഈർക്കിളിയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ പൂവിനെ ഇങ്ങനെ നിർത്തിയേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഊട്ടി പോയപ്പോൾ കുറച്ച് ഊട്ടിപ്പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂവാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ ചിലതൊക്കെ കേടായി പോയി തുടങ്ങിയായിരുന്നു. കേടായി പോകാൻ കാരണം എന്ന് വെച്ചാൽ അതിന് തണ്ട് കേടായി പോയിട്ടോ. അപ്പോൾ ഞാൻ മേടിച്ചവരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവരൊന്നും കേടായിട്ടില്ല എന്ന് കേട്ടോ. പക്ഷെ എൻ്റെ കുറച്ച് വർഷം വെച്ച് തണ്ട് കേടായി പോയായിരുന്നു. തണ്ട് കേടായി പോയപ്പോൾ ഇതൊക്കെ തണ്ടുമെന്ന് വിട്ടു പോകുന്നു, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈർക്കിളിയുമാണ് കേട്ടോ ഇതിനിപ്പോൾ സെറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈർക്കിളിയും എങ്ങനെയൊക്കെയാണ് ഇത് പിടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൊക്കെ ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ എന്തിട്ട് പൊടിയാ, കാപ്പിപ്പൊടിയിൽ ആക്കി ഉണക്കിയിട്ട് ഉണക്കല തേച്ചിട്ട് ഞാൻ തേപ്പട്ടിയിൽ അയൺ ബോക്സിൽ തേച്ച് ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എന്താ ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇത് ബാക്കിയും കൂടി ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ പിടിച്ച് എനിക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പിടിച്ച് ചെയ്യൽ കുറച്ച് പ്രയാസം കേട്ടോ. അപ്പോൾ പക്ഷെ നല്ല ഈർക്കിളി ഇങ്ങനെ കാണുന്നു. അപ്പോൾ എനിക്കൊരു അപാകത. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് സ്റ്റക്കായി പോയി. ഇപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഫുൾ കൺഫ്യൂസ്ഡാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ റിബണില്ല കേട്ടോ, ഇവിടെ അടിയിൽ വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചു, പക്ഷേ റിബണില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫുൾ കൺഫ്യൂസ്ഡാണ്. ഞാൻ പശയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെയും പിച്ച് കളഞ്ഞു കേട്ടോ. ആ മറ്റേ സൈഡിലുണ്ടായിരുന്ന വെച്ചിട്ടുണ്ടായിരുന്ന സാധനം ഞാൻ ഊരിക്കളഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഈർക്കിളി ഉണ്ട് കേട്ടോ അടിയിൽ. അപ്പം ഞാൻ ആ ഈർക്കിളിയുമായി കെട്ടിയേക്കുന്നത് കൊണ്ട് ഈർക്കിളി അടിയിലോട്ട് വലിച്ചപ്പോൾ ഇത് കുറച്ച് താഴ്ന്നു. നമ്മുടെ മറ്റെന്താ പറയുക, ഈർക്കിളി കാണുന്നില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ വെച്ചാൽ കാണില്ല. അപ്പം നമുക്ക് ഇനി ബാക്കിയും കൂടി ചെയ്യാം. ഓക്കെ, ഉണ്ടോ അങ്ങനത്തെ ഒരു പുല്ല് കിട്ടി. അത് കാണുമ്പോൾ ഒരു ജിപ്സം പോലെ ഒരു ജിപ്സത്തിൻ്റെ ഒക്കെ ലുക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചതൊന്ന് വെറുതെ വെച്ച് നോക്കാമെന്ന്. ഭംഗി ഉണ്ടെങ്കിലോ, ആർക്കും കൊടുക്കാനല്ല കേട്ടോ ഗൈസ്, തെറ്റിദ്ധരിക്കരുത്. ആർക്കും കൊടുക്കാനല്ല കേട്ടോ, എനിക്ക് എൻ്റെ ഭംഗി, എനിക്കൊരു സമാധാനത്തിന് വേണ്ടി ഞാൻ വെറുതെ ഉണ്ടാക്കണ്ട. ഈ പൂവൊന്നും അത് വെറുതെ ഇരുന്ന് നശിച്ചു പോവല്ല. അതിന് തണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ കെടുക്കുക. തണ്ടൊക്കെ ഇതിൻ്റെ ഒടിഞ്ഞു പോയായിരുന്നു. തണ്ടൊക്കെ ആകെ ഉണങ്ങിപ്പോയി. പൂ മാത്രമാണ് ജീവനോടിരുന്നുള്ളൂ. പക്ഷേ അപ്പോൾ എനിക്ക് വിചാരിച്ചൊരു ബൊക്കെ പോലെ ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഇതാണ്ടോ പിന്നിൽ, ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വന്നേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളൊരു പൂ പോലെ ഒരു വെള്ള കളർ സാധനമില്ലേ, അത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് പറയണത് ഇതിനൊരു മോന പോലത്തെ ഒരു സാധനമുണ്ട്. അത് കുത്തുമ്പോൾ നല്ല വേനയാണ് കേട്ടോ. ചെറിയൊരു വേനയുണ്ട് അത് കുത്തുമ്പോൾ. സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ കൈ പോവും. നമുക്കിതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ ജിപ്സം പോലെ ഒരു വെള്ള കളറൊക്കെ അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ കുറച്ചുകൂടി ക്യൂട്ടായിട്ട് പോലെ തോന്നിയിട്ടാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യ്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കമൻറ്റ് ബിലോ കേട്ടോ. അത് ഇപ്പോൾ അബി ലേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓറഞ്ചായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ചോപ്പായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 മണിക്ക് ആയപ്പോൾ ഒരു ചായയും കുടിച്ചു. പിന്നെ ഓടിയോനെ നടത്തിക്കാൻ കൊണ്ടുപോയിട്ടാണ്. നടത്തിക്കാൻ കൊണ്ടുപോകേണ്ട മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഇവളെ കുളിപ്പിക്കാനാണ് കേട്ടോ. ഇവളെ കുളിപ്പിക്കണമെങ്കിൽ ഇവളെ കുറച്ച് നേരം നടത്തിച്ച് സോപ്പ് ഇടിച്ചാലാണ് ഇവളൊന്ന് കുളിക്കാൻ വേണ്ടി നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ ഇവളെ കുളിപ്പിച്ചാലത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളും കൂടി കുളിക്കേണ്ട വരും. അതാണ് ഇവൾ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയൊക്കെ അവളെ കുളിപ്പിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചോക്കോക്കുട്ടനെ ഞാൻ പുറത്താക്കി കേട്ടോ. ഇവർ നമ്മുടെ വീട്ടിലുള്ള ഒരു പട്ടിക്കുട്ടി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഓരോ അപ്പയ്ക്ക് ഉണങ്ങിയിട്ടൊക്കെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവനെ തൊട്ടത് ഇഷ്ടപ്പെടാണ്ടായിട്ട് കിടക്കണതിൻ്റെ ഒരു കുറയാണ് കേട്ടോ നിങ്ങളിതിപ്പോൾ കണ്ടത്. നമ്മൾ വേറെ ഒരു പട്ടീനെ തൊടുന്നത് ഒരു പട്ടിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് എന്തൊരു വലിയ ശരിയാണെന്നറിയോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ആകാശം നോക്കിയിരുന്നു. ഞാൻ പിന്നെ പോയി കുളിച്ചോട്ടെ. എന്താണെന്ന് വെച്ചാൽ അവളെ ഞാൻ കുളിപ്പിച്ചതുകൊണ്ട് ഞാൻ എന്തായാലും കുളിക്കേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ കുറേ ഉണ്ടായിരുന്നു. പിന്നെ 10ലായതുകൊണ്ടും പഠിക്കാൻ കുറേ ഉള്ളതുകൊണ്ടും കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ. മാത്സ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചധികം പ്രോബ്ലംസും അല്ലാതെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം ഞാൻ അതിൽ തന്നെ ഇരുന്നു. അത് പിന്നെ ബ്രൊമാൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞ് എനിക്ക് സിനിമയുടെ പേര് ആദ്യം എനിക്ക് ഓർമ്മ കിട്ടിയില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് കിട്ടിയത്. അതൊക്കെ കണ്ട് ഞാനൊരു ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ജേർണലല്ല, സത്യത്തിൽ ബുക്കിൻ്റെ ഫസ്റ്റ് കവറില്ലേ അത് മാറ്റാനാണ് സത്യത്തിൽ ഞാൻ ഇരിക്കുന്നത്. ആദ്യം ഇതിനൊരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കവർ ഇട്ടു. അത് ഞാൻ ചെയ്തതാണ് കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ച് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള കവർ കൊടുത്തേക്കുന്നത്. അതേ മുകളിൽ ഞാൻ കുറച്ച് കലാവിരുദ്ധം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റെഫറൻസ് പിക്ക്. എങ്ങനെയാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ ഈ മൈ എഴുതിയപ്പോഴേ എൻ്റെ ഫുൾ എന്താ പറയുക വിശ്വാസം അങ്ങോട്ട് പോയി കേട്ടോ. എന്ന് വെച്ചാൽ ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത് ചെയ്യണത്. എന്താകി തീരുമെന്നോ ഒരു വിശ്വാസമില്ല എനിക്ക്, ഒരു തോന്നലും ഇല്ല. ശരിയാവുമെന്നും എനിക്കൊരു ചെറിയൊരു പ്രതീക്ഷ എവിടെ കൊണ്ടോ ഉണ്ടെങ്കിലും എന്നാലും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഡയറിയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ മൂഡ് പോയി. ഇനി ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ മെനൊക്കെ ഉണ്ട്. അതായത് പിന്നെ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിച്ചു കേട്ടോ. കുടുംബ പ്രാർത്ഥന എത്തിക്കാൻ വേണ്ടി ഇരുന്നു. അതൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നു. രാവിലത്തെ ഫുഡ് തന്നെ റിപ്പീറ്റ് കേട്ടോ. അത് മമ്മി പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളിന് പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഞാൻ രാവിലെ കണ്ടിട്ട് ക്ലാസ് കണ്ടില്ലായിരുന്നു ക്രോഷ്യേരെ, അതിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ബോ. അപ്പോൾ എങ്ങനെയിരുന്നു കമൻറ്റ് ബിലോ ഗൈസ്. അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോൾ പ്രേമം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ TV-യിൽ. അങ്ങനെ കുറച്ച് നേരം പ്രേമവും സിനിമയും കണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ജേർണൽ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ജേർണൽ ചെയ്യാൻ ബുക്കൊക്കെ എടുത്തു. അപ്പോൾ ഇതൊരു ട്രാൻസിഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എവിടെ കൊണ്ടൊക്കെയോ ശരിയായില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റേഷനായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജേർണൽ പോലെ. ഇത് 2026-ലാണ് കേട്ടോ ഇനി ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ അതും ചെയ്ത് നമ്മുടെ ഓടിക്കുട്ടീനെ നമ്മൾ കൂട്ടിലാക്കിയിട്ട് ഗൈസ് കിടക്കാൻ നേരമാകുമ്പോൾ നമ്മൾ കൂട്ടിലാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂട്ടിലാക്കിയതിൻ്റെ സങ്കടത്തിലാണ് മാഡം. അല്ല അറിയോ, സങ്കടമാണോ അറിയോ? കൂട്ടിലാക്കിയതിൻ്റെ സങ്കടമാണോ അറിയോ? മൈൻഡിയാത്തത് കണ്ടോ? എന്നോടുള്ള ദേഷ്യം കൊണ്ടാ ഇപ്പം എന്നെ മൈൻഡിയാത്ത ഓറിയോ കണ്ട എന്നോട് ഇണങ്ങി കിടക്കുന്ന ഓറിയോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇപ്പോൾ രാത്രി ഞങ്ങൾ കിടക്കാൻ പോവല്ലോ ഓറിയോ. ഗുഡ് നൈറ്റ് പറയൂ. പണങ്ങി കിടക്കുക. എന്ത് ചെയ്തിട്ടും ഒരു മൈൻഡ് ഇനിയില്ല മാഡം. തിരിഞ്ഞു.